അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റേതും ഉണ്ടോയെന്ന് അറിയണമല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാം അതിപ്പോൾ റെക്കോർഡിക്കലി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജനിച്ച അവിടെ നമുക്ക് സ്മാർട്ട് എന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ആ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ നോക്കാം കേട്ടോ. അപ്പം എവിടെ ഏത് ജില്ലയിലാണ് ജനിച്ചതെന്നുള്ളത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ വേണ്ടത് ബാക്കി ഒരു മുനിസിപ്പാലിറ്റിയാണോ ഗ്രാമപഞ്ചായത്താണോ അത് ഏതിൻ്റെ അണ്ടർ വരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ സ്ഥലം അടിമാലി ആട്ടോ ഞാൻ ജനിച്ചത്. പിന്നെ മെയിലോ ഫീമെയിലോ, പിന്നെ മെയിനായിട്ടും വേണ്ട ഡേറ്റ് ഓഫ് ബർത്തും അമ്മയുടെ പേരും ആട്ടോ. അതാട്ടോ ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. വേറെ അധികം ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഡേറ്റ് ഓഫ് ബർത്തും അമ്മയുടെ പേരും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പേര് അതൊക്കെ എല്ലാവർക്കും ഏത് സ്ഥലം എന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഇതെല്ലാം അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടിട്ട് പോലും കാണില്ല. പിന്നെ ഇന്നത്തെ പോലെ ഫുൾ പേരും അതൊന്നും കാണില്ല കേട്ടോ. കാരണം അന്നങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പേരിടുന്ന ഒരു ഇതൊന്നുമില്ല. പിന്നെ വീട്ടിൽ ചെന്നിട്ടൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ജനിച്ചിട്ടുണ്ടെന്നുള്ള തെളിവുണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷനാട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഉടനെ ഇവിടെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ട് വരുവേ. കാണിച്ചു തരാം. ഇതാട്ടോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആട്ടോ ഇത്. ഇതിപ്പോൾ കാണത്തൊന്നുമില്ല. ഞാനത് പ്രിൻ്റ് എടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് ഒരു പ്രിൻ്റൊക്കെ നല്ല അടിപൊളി പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ഫോട്ടോ പേപ്പർ തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മുടെ പേരില്ല കേട്ടോ. കാരണം അന്ന് അങ്ങനെ പേരൊന്നും കൊടുക്കുന്ന ഒരു ഇതില്ല കേട്ടോ. അന്നൊക്കെ പിന്നീടാണ് പേരിടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വലിയ കാര്യം ഇതിപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇന്ന ആളാന്നൊക്കെ തെളിയിക്കേണ്ടി ഉള്ള ബാക്കി സർട്ടിഫിക്കറ്റൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കി.